ഈ ദിയ ശരിക്കും ജാസ്മിൻ്റെ PR വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ PR വർക്ക് എന്ന് പറയുന്നത് കുറേ കൊട്ടേഷനൊക്കെ പിടിച്ച് കുറേ വോട്ടുകളൊക്കെ വാങ്ങിച്ച് കുറേ പോസ്റ്റുകളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നിരന്തരം ഷെയർ ചെയ്ത് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് PR എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കാശൊന്നും തരാതെ ഞാനൊരു പണിയും ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അതിനുള്ള സമയവുമില്ല. എൻ്റെ ജോലികളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോട്ട് ദ പോയിന്റ്, ദിയ ചേച്ചി പൈസയൊന്നും വാങ്ങാതെ ഒരു പണിയും ചെയ്യൂല. ഓക്കെ, അങ്ങനെയുള്ള ദിയ ചേച്ചി ജാസ്മിൻ്റെ പുറകെ ഇങ്ങനെ നടക്കൂ. അപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ദിയ ചേച്ചി എന്ത് ചെയ്യുന്നത്, ജാസ്മിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്ന് ദിയ ചേച്ചിൻ്റെ ഇതിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. അതായത് പൈസ മേടിക്കാണ്ട് ഞമ്മ ഒരു പരിപാടിക്ക് ഇറങ്ങൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതേ ദിയ ചേച്ചി പിന്നീട് പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇഷ്ടപ്പെട്ടു? എനിക്ക് ബിഗ് ബോസ് ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ല. അതായത് ദിയ ചേച്ചിക്ക് ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ ദിയ ചേച്ചി വിചാരിച്ച ആൾ ജയിച്ചില്ല. അതുകൊണ്ട് ദിയ ചേച്ചിക്ക് ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ ഇഷ്ടപ്പെട്ടില്ല. ജിൻഡോയ്ക്ക് കപ്പടിച്ചത് ദിയ ചേച്ചിക്കും ടീമിനും തീരെ അങ്ങോട്ട് പിടിച്ചില്ല. ഇതിലിപ്പം ദിയ ചേച്ചി നല്ല സൗമ്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ജാസ്മിനെ ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ട് വരെ എല്ലാ സുരക്ഷയോടും കൂടി എത്തിച്ച ഒരാളാണ് ദിയ ചേച്ചി. അപ്പോൾ ഈ ദിയ ചേച്ചി ഒരു പൈസയും മേടിക്കാണ്ട് ഒരു പണിയും ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ജാസ്മിൻ്റെ പൈസ മേടിച്ചിട്ടുണ്ടാവണമായിരിക്കും. എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ തെറിവിളിയായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. കാരണം ദിയ ചേച്ചീനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വേടിയിട്ട് അന്നേരം ഒരു ലൈവിൽ വന്നിട്ട് തെറി വിളിക്കലാണ് സാധാരണ പരിപാടി. അപ്പോൾ ദിയ ചേച്ചി എന്താ പറയുന്നത് നോക്കാം. ഈ ദിയ ചേച്ചി ഈ ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിൽ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്താണെന്നറിയില്ല, ക്ഷീണിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് എന്തായാലും എന്താ പറയുന്നത് നോക്കാം. നേരത്തെ വിചാരിച്ച പോലെ വന്നില്ല. അങ്ങനെയല്ല, അത് ബിഗ് ബോസിൻ്റെ ഈ സീസണിൻ്റെ പാറ്റേൺ ആയാലും ഈ സീസണിൻ്റെ ഒരു പോക്കൊന്നും പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ വലിയ സുഖമുള്ള ഒരു സാധനമല്ല. എല്ലാ സീസണുകളും നല്ലതായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പോയതാണ്. പക്ഷേ ഈ സീസൺ അതിന് ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ അത് സത്യമാണ് ദിയ ചേച്ചി. കാരണം ഈ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും അലമ്പ് സീസണായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല കോംബോകൾ നമ്മുടെ പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് വന്നു. അത് ഏത് കോംബോയൊന്നും ഞാൻ പറയുന്നില്ല. പല പല കോംബോകൾ കാരണം ആ സീസൺ ആ ഒരു കോംബോയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ടി വന്നു. അത് പൊട്ടിയതിന് ശേഷമാണ്, അതായത് ആ കോംബോ പൊളിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ ഒരു സീസൺ ഒന്ന് പൊങ്ങി വന്നത്. അത് ദിയ ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. ഉള്ളൊരു അവസ്ഥയാണെന്നുള്ളത് അറിയില്ല. ഇനി അടുത്ത വർഷം നോക്കിയിട്ട് വേണം അതിൻ്റെ ബാക്കി വിലയിരുത്തൽ നടത്താൻ. ജനങ്ങളുടെ വോട്ടറിനല്ലേ അടിസ്ഥാനം ഇതിൻ്റെ? തീർച്ചയായിട്ടും. ഇവരെങ്ങനെ ചിന്തിക്കുന്ന എന്താ സംഭവം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? എന്താണ്, എങ്ങനെയാണ്? അല്ല, പ്രെഡിക്ഷൻ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പൊതുസമൂഹം, ഇവിടുത്തെ സദാചാര ബോധം, ഇതൊക്കെ പ്രഡിക്ഷനൊക്കെ നമ്മളെ കൊണ്ട് നിശ്ചയിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് ഇത്രയും വർഷമായില്ലേ ഈ പരിപാടി കണ്ടും ചെയ്തും ഒക്കെ വന്നു തുടങ്ങിയിട്ട്. അത് പ്രഡിക്ഷനൊക്കെ ഉള്ളത് തന്നെ. ഇതിൻ്റെ ഫാൻസ് അതേപോലെ PR വർക്ക് അതൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഫൈനൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആ കാര്യങ്ങളൊക്കെ ജനങ്ങളെ കൂടെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ജനങ്ങളെ പോലെ തന്നെ ഇപ്പം വലിയ വലിയ PR-കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സ്വീകാര്യതയും സ്പേസുകളും വോട്ടുകളും ഒക്കെ കൂടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അതായത് ദിയ ചേച്ചി ആരുടെയോ PR ആയിട്ട് വർക്ക് ചെയ്തു, പക്ഷേ സംഭവം അതത്ര ഏറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ചേച്ചിക്കുണ്ട്. PR ഉണ്ടെങ്കിൽ മാത്രമേ ആൾ ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ നോറയും പറഞ്ഞു. അതായത് ജിൻഡോ ചേട്ടൻ ജയിച്ചത് PR വർക്ക് കൊണ്ടാണെന്ന്. സിജോയും പറയുന്നത് കേട്ടു PR വർക്ക് കൊണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആരുടെയും PR-ഉം അല്ല. എനിക്കറിയുന്ന കുറച്ച് പേര് ആരുടെയും PR അല്ല. പക്ഷെ ഇവരെല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻറ്റിനെ വോട്ട് ചെയ്തു. അപ്പം അതൊക്കെ എങ്ങനെ അന്നേരം അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്? ഈ PR ഇവരെ വിളിച്ച് അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ ഇന്ന ആൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണോ ചെയ്തത്? അല്ല. എടോ, ഇതെല്ലാം കാണുന്ന ഒരുപാട് സാധാരണ ആൾക്കാരുണ്ട്. അവർക്കിഷ്ടമുള്ള ആൾക്ക് അവർ വോട്ട് ചെയ്യുന്നു, അവർ ജയിക്കുന്നു. അതിനിങ്ങനെ വെറുതെ കിടന്ന് വന്ന് ഇങ്ങനെ മോങ്ങിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇതിങ്ങനെ ഒരു അടുത്ത സീസൺ വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറയാലോ, എൻ്റെ ഒരു ഇതിൽ ജാസ്മിൻ സെക്കൻഡ് പോലും എത്താണ്ടിരുന്നത് ഇതേപോലുള്ള ആളുകളുടെ കുറച്ച് വങ്കത്തരങ്ങൾ കാരണമാണ്. അല്ലെങ്കിൽ ഇത് പുറത്ത് ഇത്രയും നെഗറ്റീവായിട്ട് ജാസ്മിന് വരാൻ ഒരു മാർഗ്ഗമില്ല. ഈ ദിയ ചേച്ചിയൊക്കെ ഇത് എത്ര പേരെയാണ് ചീത്ത വിളിച്ചത്.
മര്യാദയ്ക്ക് വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അവർക്ക് വോട്ട് പിടിച്ചു കൊടുക്കുക. ഇത്രയല്ലേ ചെയ്യേണ്ടതുള്ളൂ. ഇതിനിങ്ങനെ വന്നിട്ട് ആരെങ്കിലും എതിർപ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെയ്ത കാര്യത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചീത്ത വിളിക്കുക. എന്നിട്ട് പിന്നെ അതിനെതിരെ തെറിയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നടാവേ ഒരു രക്ഷയില്ലാത്ത തെറി വിളി. ഇതൊക്കെ കാരണം തന്നെയാണ് ജാസ്മിൻ രണ്ടാമത് വരേണ്ട ജാസ്മിൻ മൂന്നാമത് വരെ ആയിപ്പോയത്. മനസ്സിലായോ? എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കപ്പ് കിട്ടിയ ആളെ തരം താഴ്ത്തുന്ന രീതിയിൽ ഇനിയിപ്പോൾ എന്ത് നിങ്ങൾ കിടന്ന് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കപ്പ് ജിൻഡോ കൊണ്ടുപോയി. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഓക്കെ? അയ്യോ, നോറയ്ക്ക് മാത്രം പി ആർ ഇല്ല, ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു. എന്താണ് നോറ? നോറ ഇത്രയും ദിവസം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നത് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആർ വർക്ക് കൊണ്ടാണെന്ന് നമ്മൾ പറയും. അല്ലാതെ നോറേൻ്റെ എന്ത് പെർഫോമൻസ് കണ്ടിട്ടാണ് നോറയ്ക്ക് വോട്ട് ചെയ്യേണ്ടത്? ആരാണ് വോട്ട് ചെയ്യേണ്ടത്? വെറും കരച്ചിലും ഇതും മാത്രമുള്ള നോറയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സത്യം തന്നെ. പക്ഷേ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. എന്നിട്ടിപ്പം ഒരാൾ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും, ജിൻഡോ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പി ആറാണ് പോലും. എന്നിട്ട് നോറയ്ക്ക് പി ആർ ഉണ്ടോ? എനിക്ക് കുറേ പി ആർ ഇല്ല, ബാക്കിയുള്ളവർക്ക് പി ആർ. കൊള്ളാം, വോട്ട് കൊടുത്ത ജനങ്ങളെല്ലാം പി ആർ. അടിപൊളി തന്നെ. എന്താ കഥ?